ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഡിസ്കഷൻ നിർത്തിയത് അല്ലെ. ഇന്റർനാഷണൽ ട്രേഡിലേക്ക് വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. whenever India is dealing with other countries, what is the situation? There is a problem of exchange of currency. കറക്റ്റ് അല്ലേ? ഇന്ത്യ വേറൊരു രാജ്യവുമായി ട്രേഡിൽ ഏർപ്പെടാന്ന് പറയുമ്പോൾ there is two chances. എന്താണ്? എക്സ്പോർട്ടിനുള്ള ഒരു ചാൻസസും ഉണ്ട്, ഇമ്പോർട്ടിനുള്ള ചാൻസും ഉണ്ട്. എക്സ്പോർട്ട് ആണെങ്കിലും ഇമ്പോർട്ട് ആണെങ്കിലും നമുക്ക് എപ്പോഴും എന്താ, ഇന്ത്യ ഇസ് ഡീലിംഗ് വിത്ത് അതർ കൺട്രി, മെനി ടൈംസ് വി കനോട്ട് യൂസ് അവർ ഡൊമസ്റ്റിക് കറൻസി. ശരിയല്ലേ? നമുക്ക് ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് എക്സ്പോർട്ടിനോ ഇമ്പോർട്ടിനോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഡീൽ വിത്ത് സം സോർട്ട് ഓഫ് വേൾഡ് കറൻസി, ഡോളറോ യൂറോയോ ജാപ്പനീസ് യെന്നോ പോലെയുള്ള അല്ലെങ്കിൽ പൗണ്ട് സ്റ്റെർലിങ്ങോ പോലെയുള്ള എന്തുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും? ഗ്ലോബൽ കറൻസീസ് വെച്ച് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. കറക്റ്റ് അല്ലേ? അത്തരത്തിലൊരു ഗ്ലോബൽ കറൻസി നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു പ്രശ്നം അവിടെ വരും. എന്താണ് പ്രശ്നം? ഹൗ വി ക്യാൻ എക്സ്ചേഞ്ച് അവർ കറൻസി വിത്ത് അതർ കറൻസി ആൻഡ് ഹൗ അതർ കറൻസീസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അവർ കറൻസി. കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യ റുപ്പീസിനെ ഡോളറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക, സിമിലർലി എങ്ങനെയാണ് ഡോളർ പോലെയുള്ള ഇന്റർനാഷണൽ കറൻസീസിനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ ദർ അറൈസ്ഡ് എ കൺസെപ്റ്റ് വിച്ച് ഈസ് കോൾഡ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെ. എക്സ്ചേഞ്ച് റേറ്റിലേക്ക് വന്നപ്പോൾ നമ്മൾ രണ്ട് തരം എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്തു. വാട്ട് ആർ ദേ? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലെയ്മാൻ ടൈമിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്? ഒരു കറൻസി വേറൊരു കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്ചേഞ്ച് റേറ്റ് അല്ലെ. എക്സ്ചേഞ്ച് റേറ്റിലും ഇനി ഭാവിയിൽ നമ്മൾ പലതരം ഡിവിഷൻസ് പഠിക്കും, അതവിടെ നമുക്ക് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പം മേജർലി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഫോളോ ചെയ്തിരുന്ന രണ്ട് തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആയിരുന്നു. ഒന്ന് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും വേറൊന്ന് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും. ഇപ്പൊ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ ചെയ്യുന്ന ഒരു കാര്യം, ഒരു കൊമോഡിറ്റിനെ ഒരു കോമൺ ആയിട്ട് എടുക്കും, വിച്ച് ഈസ് കോൾഡ് ബുളിയൻ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഗോൾഡിന്റെ ചെറിയ ക്യൂബുകൾ അല്ലെങ്കിൽ കട്ടകളില്ലേ, അപ്പൊ ഗോൾഡിനെ സ്റ്റാൻഡേർഡ് ആക്കി എടുത്ത് എല്ലാ കറൻസീസും ഗോൾഡിന്റെ ടേംസിൽ വാല്യൂ ചെയ്യുമായിരുന്നു. മോസ്റ്റ്ലി നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷന് മുന്നേ അല്ലെങ്കിൽ ഒരു 1950s 60s വരെയുള്ള ഒരു കൺസെപ്റ്റ് ആണ്, വിച്ച് ഈസ് കോൾഡ് ബുളിയൻ സ്റ്റാൻഡേർഡ്, ഗോൾഡ് ബുളിയൻ. ഓക്കെ അല്ലേ? പിന്നീട് ഈ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ അത് ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? ആ പർട്ടിക്കുലർ രാജ്യം അല്ലെങ്കിൽ കൺട്രിയുടെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും അത് ഡിസൈഡ് ചെയ്യുക. അപ്പൊ അതൊരിക്കലും എന്തിനല്ല റെപ്രസെന്റ് ചെയ്യുന്നത്? മാർക്കറ്റിലുള്ള ഒരു കറൻസിയുടെ ഡിമാൻഡിനെയോ സപ്ലൈനെയോ അല്ല അത് ഡിപ്പെൻഡ് ചെയ്യുക. ഒരു സെൻട്രൽ ബാങ്കിന് അതിന് തോന്നുമ്പോൾ വേണമെങ്കിൽ ഒരു കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കൂടെ ഞാൻ. എന്തൊക്കെയാണ് രണ്ട് വാക്കുകൾ? ഡീവാലുവേഷനും റീവാലുവേഷനും. എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ റുപ്പീസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന, ഡോളറിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പീസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഡീവാലുവേഷൻ. ഡോളറിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പീസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് റീവാലുവേഷൻ. ഓക്കെ അല്ലേ? What is the present system followed in many of the country, which is called a floating exchange rate? What is floating exchange rate? ഒരു കറൻസിയുടെ മാർക്കറ്റിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ച് അതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ മാർക്കറ്റില് ഇന്ത്യ റുപ്പീസിന് ഡിമാൻഡ് ഉണ്ടോ, സപ്ലൈ ഉണ്ടോ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണോ, അങ്ങനെ പല പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം ഇന്ത്യ രൂപയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്രിസിയേഷൻ. ഇന്ത്യ റുപ്പീസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്രിസിയേഷൻ. ഇന്ത്യ റുപ്പീസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രിസിയേഷൻ. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏത് തരം കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നെയ്തർ ഫിക്സഡ് നോർ ഫ്ലോട്ട്. ഇന്ത്യ ഈസ് യൂസിങ് എ ഹൈബ്രിഡ് മോഡൽ. വി ആർ യൂസിങ് എ ഹൈബ്രിഡ് മോഡൽ. ഫിക്സഡും അതേപോലെ ഫ്ലോട്ടും രണ്ടിന്റെയും കൂടി ഒരു ഹൈബ്രിഡ് മോഡലാണ് ഇന്ത്യ ഉപയോഗിക്കാറ്. എക്സ്പ്ലെയിൻ ചെയ്യാലോ? ജനറലി വി ആർ ഫോളോയിങ്
ജനറലി അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസസ് വി ആർ ഫോളോയിങ് വാട്ട് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പീസിന്റെ മാർക്കറ്റിലെ ഡിമാൻഡിനും സപ്ലൈക്ക് അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ രൂപയുടെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ചില സിറ്റുവേഷൻസ് ഉണ്ട്, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചപ്പോഴുള്ള കാര്യങ്ങൾ, ഇന്ത്യയിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഹയർ എമൗണ്ട് ഫോറിൻ മണി വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? there would be lots of influence on Indian rupee. എങ്ങനെയായിരിക്കും? ഒരുപാട് ഡോളർ ഇന്ത്യയിലേക്ക് വന്നു. ഏത് ഫോർമാറ്റില്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫോർമാറ്റില്. ഇപ്പൊ ഡോളർ എന്ന് പറയുന്ന കറൻസിയിൽ അവർക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒബ്വിയസ്ലി ദേ ഹാവ് ടു കൺവേർട്ട് ദയർ ഡോളർ ഇൻ ടു ഇന്ത്യൻ റുപ്പി അല്ലെ. ഇപ്പൊ മാർക്കറ്റിൽ ഒബ്വിയസ്ലി ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഡോളർ കൊണ്ടുവരുന്ന ഓരോ ഫോറിനർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? വി നീഡ് ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് എക്സ്പൊണൻഷ്യലി ഹൈ ആവും. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി അപ്രിഷിയേറ്റ് ചെയ്യും. അപ്രിഷിയേറ്റ് ചെയ്താലും ഡിപ്രിഷിയേറ്റ് ചെയ്താലും ഒരുപാട് എഫക്റ്റുകൾ ഉണ്ട്, ദാറ്റ് വി വിൽ സി. ഇനി ഒരു പർട്ടിക്കുലർ ഡേ, ഒരു ഫൈൻ മോർണിംഗ് എന്ത് ചെയ്യാണ്? ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിചാരിക്കുകയാണ് ഇന്ത്യയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നമുക്ക് വേണ്ട. അവരെന്ത് ചെയ്യാണ്? അവരെ റുപ്പീസ് ഒക്കെ തിരിച്ച് ഡോളർ ആക്കി കൺവേർട്ട് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ട് പോവാണ്. സോ the dollar amount of dollar is decreasing or the supply of rupee is increasing. റുപ്പിയുടെ ഡിമാൻഡ് കുറയും. റുപ്പിയുടെ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂട്ടോ, നിങ്ങളിപ്പോ ജസ്റ്റ് കേട്ടാൽ മതി. റുപ്പിയുടെ ഡിമാൻഡ് കുറഞ്ഞ എന്താ ഉണ്ടാവുക? റുപ്പി വിൽ ഡിപ്രീഷിയേറ്റ്. കറക്റ്റ് ആണോ? അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ഹൈ എമൗണ്ട് അപ്രീസിയേഷനോ ഡിപ്രീസിയേഷനോ വരുന്നത് ഒരിക്കലും എക്കണോമിക്ക് നല്ലതല്ല. കാരണം എന്താ? നമ്മൾ പല രാജ്യങ്ങളുമായി ട്രേഡിൽ ഏർപ്പെടുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ട്രേഡ് നടത്തുമ്പോൾ അവിടെ എന്ത് ഫിക്സ് ചെയ്യും? ഏത് കറൻസിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ ടൈമിൽ അത് എത്രയാണ്, അല്ലെങ്കിൽ ഡോളറിന്റെ ടൈമിൽ എത്രയാണ്. നമ്മൾ അങ്ങനെ പലതരത്തിലുള്ള ട്രേഡ് കരാറുകൾ നമ്മൾ ഒപ്പുവെക്കാറുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഡെയിലി ഇന്ത്യയുടെ റിസർവ് റേറ്റ് അല്ലെങ്കിൽ ഈ എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടിരുന്നതിന് എന്താ ഉണ്ടാവുക? ഇറ്റ് വിൽ ഡിസ്റ്റോർട്ട് ട്രേഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ജനറലി വി ആർ ഫോളോയിങ് ഫ്ലോട്ടിംഗ് ടെക്നിക് വെനെവർ ദർ ഈസ് സം സോർട്ട് ഓഫ് എമർജൻസി. എന്തെങ്കിലും ഒരു ഹൈ ഇൻഫ്ലോ ഹൈ ഔട്ട്ഫ്ലോ ഫോറിൻ മണി ഉണ്ടാവുമ്പോൾ അവിടെ ആര് ഇടപെടും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെടും. അതിനുള്ള നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്താണ്? സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ. OMO അല്ലെങ്കിൽ MSS എന്ന് പറഞ്ഞ രണ്ട് ടെക്നിക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. സോ ഇന്ത്യ ഈസ് ഫോളോയിങ് എ ഹൈബ്രിഡ് മോഡൽ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തത്. ഇനി നമ്മൾ ഇന്ത്യൻ്റെ ഡിസ്കഷനിലേക്ക് കയറാണ്. ഡിവാലുവേഷൻ, റീവാലുവേഷൻ, ഡിപ്രിസിയേഷൻ, അപ്രിസിയേഷൻ. ലെറ്റ്സ് ഡിസ്കസ് ഈച്ച് ടൈം സെപ്പറേറ്റ്ലി. ആദ്യം നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കി ഒന്ന് അനലൈസ് ചെയ്യും. വളരെ ക്ലിയർ ആയിട്ട് എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. സോ യുവർ അണ്ടർസ്റ്റാൻഡിങ് വുഡ് ബി ഹയർ. ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം എന്താണ് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതെന്നൊന്ന് നോക്കാം. എക്സ്ചേഞ്ച് റേറ്റ് മാറുന്ന സമയത്ത് മാർക്കറ്റ് ഫോഴ്സിനെ ബേസ് ചെയ്തും ഗവൺമെന്റിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസിഷൻ അല്ലെങ്കിൽ ആ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെന്റ്, സെൻട്രൽ ബാങ്ക് ആയിരിക്കും ഇവിടെ. ഇനി വേറെ ഏതെങ്കിലും പേപ്പറിൽ അല്ലെങ്കിൽ പ്രിലിമിനറിക്ക് നിങ്ങൾ ഗവൺമെന്റ് എന്ന് കണ്ടാലും RBI എന്ന് കണ്ടാലും ഐഡിയ സിമിലർ തന്നെയാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? പ്രസന്റ് അല്ലെങ്കിൽ ടുഡേ ഡോളറും റുപ്പീസും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആണ് എത്ര? $1 = ₹50. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി? $1 എന്ന് പറയുന്നത് 60 ഇന്ത്യൻ രൂപയായിട്ട് മാറി. $1 നമുക്ക് 50 ഇന്ത്യൻ രൂപ കൊടുത്താൽ കിട്ടുന്നത് ഇപ്പൊ എന്തായിട്ട് മാറി? 60 ഇന്ത്യൻ രൂപ കൊടുക്കണം. കറക്റ്റ് അല്ലേ? ഇപ്പൊ രൂപയുടെ വാല്യൂ ആണോ കൂടിയത്? ഡോളറിന്റെ വാല്യൂ ആണ് കൂടിയത്? തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഡോളറിന്റെ വാല്യൂ ആണ് കുറഞ്ഞത്, രൂപയുടെ വാല്യൂ ആണ് കുറഞ്ഞത്. രണ്ട് തരം തോട്ട് പ്രോസസ് ഇല്ല ഇവിടെ. നമുക്ക് ഈ സെയിം സിറ്റുവേഷൻ ഡോളറിന്റെ ടൈമിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഇന്ത്യൻ റുപ്പീസിന്റെ ടൈമിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഡിസ്കഷൻ. വെനെവർ ദിസ് എക്സ്ചേഞ്ച് റേറ്റ് $1 50 ആയിരുന്നത് $1 60 രൂപയാക്കി മാറി.
ഈ ഒരു പ്രോസസ്സ് ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ഡിപ്രിസിയേഷൻ. ഈ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയുന്നു. ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയുന്നത് മാർക്കറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ വിച്ച് ഈസ് സിംപ്ലി കോൾഡ് ഡിപ്രിസിയേഷൻ. ഇനി ഇതിന്റെ അതർ സൈഡ് നോക്കുക. എപ്പോഴും ഇതിന്റെ അതർ സൈഡും കൂടി നോക്കണം. ചിലപ്പോൾ ചോദ്യം എങ്ങനെയാണെങ്കിലോ, ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയുന്നു എന്ന് പറയുമ്പോൾ ആര് സ്ട്രെങ്തൻ ആവാണ്? ഡോളർ സ്ട്രെങ്തൻ ആവാണ്. ഡോളർ സ്ട്രെങ്തൻ ആവുകയാണെങ്കിൽ ദിസ് പ്രോസസ് ഈസ് കോൾഡ് അപ്രിസിയേഷൻ. ഓക്കെ അല്ലേ? ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് മാർക്കറ്റ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇത് ഏത് തരം ടെക്നിക്കാ? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. കറക്റ്റ് അല്ലേ? ലെറ്റ്സ് മൂവ് ടു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ റുപ്പീസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ RBI ആണെങ്കിൽ വിച്ച് ഈസ് കോൾഡ് ഡിവാലുവേഷൻ. റുപ്പിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ഡോളറിനെ സ്ട്രെങ്തൻ ചെയ്യാണ് അല്ലെ? ഡോളറിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ വിച്ച് ഈസ് കോൾഡ് റിവാലുവേഷൻ ഓഫ് ഡോളർ. ക്ലിയർ അല്ലേ? ലെറ്റ്സ് മൂവ് ടു സെക്കൻഡ് എക്സാമ്പിൾ. അനലൈസ് ചെയ്യും. ആദ്യത്തെ എക്സ്പ്ലനേഷൻ ഓക്കെ ആണെങ്കിൽ സെക്കൻഡ് വണ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. ഐ റെക്കമെൻഡ് എപ്പോഴും ഒരു എക്സാമ്പിൾ പഠിച്ചാൽ മതി. രണ്ടാമത്തേത് ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ്. അത്രയേ ഉള്ളൂ ടാ. രണ്ടും നിങ്ങൾ അതേപോലെ ലേൺ ചെയ്യുകയാണെങ്കിൽ ദർ വുഡ് ഹാവ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻ അല്ലെ? ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, ജസ്റ്റ് ഓപ്പോസിറ്റ്. അത്ര മനസ്സിലാക്കാം ടാ. സെക്കൻഡ് സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു? അഗെയിൻ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? $1 എന്ന് പറയുന്നത് 50 ഇന്ത്യൻ രൂപയാണ്. ആഫ്റ്റർ 1 year വാട്ട് ഹാപ്പൻ? $1 ഈക്വൽ ടു 40 ഇന്ത്യൻ റുപ്പീസ്. എന്താ സംഭവിച്ചത്? ഇന്ന് $1 കിട്ടണമെങ്കിൽ 50 ഇന്ത്യൻ രൂപ കൊടുത്താൽ മതി. ഒരു വർഷം കഴിഞ്ഞപ്പോഴോ വെറും 40 ഇന്ത്യൻ രൂപ കൊടുത്ത് $1 കിട്ടാന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസിന്റെ വാല്യൂ സ്ട്രെങ്തൻഡ് ആയി. തിരിച്ചു പറയുകയാണെങ്കിലോ ഡോളറിന്റെ വാല്യൂ ഡിക്രീസ് ആയി. കറക്റ്റ് അല്ലേ? ഈ ഒരു പ്രോസസ്സ് ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിന്റെ വാല്യൂ സ്ട്രെങ്തൻ ചെയ്യുന്നത് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണെങ്കിൽ വിച്ച് ഈസ് കോൾഡ് അപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. അപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. സിമിലർലി അതിന്റെ ഓൾട്ടർനേറ്റീവ് സൈഡ് എന്താ? മാർക്കറ്റ് ഫോഴ്സസ് ഡോളറിനെ വീക്ക് ആക്കാണ് ചെയ്തിട്ടുള്ളത്. സോ വാല്യൂ ഓഫ് ഡോളർ ഈസ് ഡിക്രീസിങ് വിച്ച് ഈസ് കോൾഡ് depreciation. Clear അല്ലേ? Whenever the same act is done by the government, the revaluation of rupees though and devaluation of dollar is though. Clear അല്ലേ? ഇനി ഇതിന്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് സൈഡ് റിവാലുവേഷൻ അല്ലെങ്കിൽ ഡീവാലുവേഷൻ അല്ലെങ്കിൽ അപ്രിസിയേഷൻ, ഡിപ്രിസിയേഷൻ. ഈ ഓരോ സിറ്റുവേഷനിലും എന്ത് തരം പോളിസീസ് ആണ് ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്യാന്നാണ് അടുത്ത ചോദ്യം. ഒബ്വിയസ്ലി ഇതല്ല പ്രിലിമിനറിക്ക് ചോദിക്കുക. പ്രിലിമിനറിക്ക് ചോദിക്കുന്നത് എന്താണ്? ഈ പ്രോസസ് അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ. തൽക്കാലം നമുക്ക് ഡീവാലുവേഷന് റീവാലുവേഷന് ആവശ്യമില്ല. ആ ഒരു സിസ്റ്റം കഴിഞ്ഞു. അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ നടക്കുമ്പോൾ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തെല്ലാം പോളിസീസ് ആണ് ഫോം ചെയ്യുന്നത്? ദാറ്റ് ഈസ് വെരി വെരി വൈറ്റൽ. ലെറ്റ്സ് ഗോ ടു ദ അഗെയിൻ. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് അനലൈസ് ചെയ്യും. ഒരു എക്സാമ്പിളില് ഇന്ത്യയിലേക്ക് ഒരു ഫോറിൻ ഡോളർ വരുന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും, രണ്ടാമത്തേത് ഇന്ത്യയിൽ നിന്ന് ഒരു ഫോറിൻ കറൻസി പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഒന്ന് അനലൈസ് ചെയ്യും. കാരണം അനാലിസിസ് പാർട്ടാണ് ഇതിൽ ഇമ്പോർട്ടന്റ് കേട്ടോ. എക്സ്പ്ലനേഷൻ വളരെ കുറവാണ് ഇതിലൊക്കെ. ജസ്റ്റ് ഒന്ന് രണ്ട് സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യുക. വാട്ട് ഹാപ്പൻസ് ഇൻ ഇന്ത്യ ഒന്ന് വായിക്കുക. ദെൻ ഐ വിൽ എക്സ്പ്ലെയിൻ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഡിസ്കഷൻ. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ? ഇൻഫ്ലോ ഓഫ് ഡോളേഴ്സ്. തൽക്കാലം ഇൻഫ്ലോ ഓഫ് ഡോളേഴ്സ് അവിടെ നിൽക്കട്ടെ. ഇന്ത്യ എന്ത് ചെയ്യാണ്? എക്സ്പോർട്ട് ചെയ്യാണ്. ഇന്ത്യ ഈസ് എക്സ്പോർട്ടിങ് ടു സം അതർ കൺട്രി. നമ്മളപ്പോൾ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസസ് ആയിക്കോട്ടെ വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇൻ റിട്ടേൺ എന്ത് തരും? ഒരു കറൻസി അല്ലെങ്കിൽ പേയ്മെന്റ് തരും അല്ലെ? ജനറലി കൺസിഡർ ചെയ്യും കറൻസി തരുന്നത് ഡോളറിലാണെങ്കിൽ. അപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിലേക്ക് ഡോളർ അല്ലെങ്കിൽ ഒരു ഫോറിൻ കറൻസി വരാണ്. കറക്റ്റ് അല്ലേ? ലെറ്റ്സ് ഗോ ടു ദി സെക്കൻഡ് വൺ. ഫോറിൻ ടൂറിസ്റ്റുകൾ US നിന്നോ UK നിന്നോ അല്ലെങ്കിൽ ഈവൻ ബംഗ്ലാദേശിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ഫോറിൻ ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരാണ്. ഓക്കെ ആണല്ലോ? ഇന്ത്യയിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യണം. ഇന്ത്യക്കുള്ളിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള എക്സ്പെൻസസ് ഉണ്ട്.
ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഇന്ത്യൻ റുപ്പീസ് വേണം. അപ്പൊ അവരുടെ കയ്യിലുള്ള കറൻസി ഏതാണോ കൺസിഡർ ചെയ്യുക, എല്ലാവരുടെ കയ്യിലുള്ളത് ഡോളറാണ്. ആ ഡോളറിനെ അവർ എന്താക്കി കൺവേർട്ട് ചെയ്യണം? ഇന്ത്യൻ റുപ്പീസ് ആക്കി കൺവേർട്ട് ചെയ്യണം. അഗെയിൻ whenever foreign tourists are visiting in India, inflow of dollar is taking place. Correct ആണോ? തേർഡ് സിറ്റുവേഷൻ റെമിറ്റൻസ്. റെമിറ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിലുള്ള അവരുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ പൈസ അയച്ചു കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റെമിറ്റൻസ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ കേരളത്തിൽ താമസിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ എല്ലാം മെയിൻ്റെനൻസിന് അല്ലെങ്കിൽ ചിലവിന് വേണ്ടി ഈ മക്കളൊക്കെ എന്ത് അയച്ചു കൊടുക്കും? പൈസ അയച്ചു കൊടുക്കും. വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റെമിറ്റൻസ്. ഇപ്പൊ റെമിറ്റൻസ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ പുറത്ത് നിന്ന് ഫണ്ട് വരാണ് ഇന്ത്യയിലേക്ക്. ഇന്ത്യയുടെ പുറത്ത് നിന്ന് ഫണ്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഇൻഫ്ലോ ഓഫ് ഡോളേഴ്സ്. ബുദ്ധിമുട്ടില്ലല്ലോ, എല്ലാ കൺസെപ്റ്റും ക്ലാസ്സിൽ നിന്ന് തന്നെ ക്ലിയർ ആവും കേട്ടോ. നെക്സ്റ്റ് വൺ, ഇൻഫ്ലോ ഓഫ് FDI FII. ഡീറ്റെയിൽഡ് ആയിട്ട് ഈ രണ്ട് വാക്ക് എടുക്കും. കൺസെപ്റ്റ് വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരാണ്. ഒരു എക്സാമ്പിൾ, വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. പുറം ലോകത്ത് നിന്ന് അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് നിന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരാണ്. എഗെയിൻ പുറത്ത് നിന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരാന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻഫ്ലോ ഓഫ് ഡോളേഴ്സ്. ഇൻഫ്ലോ ഓഫ് ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഈ 4 സിറ്റുവേഷൻ എന്തായിരിക്കും? പുറത്ത് നിന്ന് ആളുകൾ ഡോളറും കൊണ്ട് ഇന്ത്യയിലേക്ക് വരാണ്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? ആ ഡോളറിനൊക്കെ എന്താക്കി കൺവേർട്ട് ചെയ്യും? റുപ്പീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് എവരി വൺ ഈസ് റിക്വസ്റ്റിംഗ് ഫോർ ഇന്ത്യൻ റുപ്പി. എല്ലാവരും ഇന്ത്യൻ റുപ്പി ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? the demand of Indian rupee will increase. That is, Indian rupee will strengthened. Strengthen ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? അപ്രിസിയേഷൻ. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്രിസിയേഷൻ. റിവാലുവേഷനും ഫോക്കസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്രിസിയേഷനും ഡിപ്രിസിയേഷൻ ആണ്. വാട്ട് ഹാപ്പൻസ് ഇൻ ഇന്ത്യ? ഡോളേഴ്സ് വിൽ ഹാവ് ടു ബി എക്സ്ചേഞ്ച്ഡ് വിത്ത് ഇന്ത്യൻ റുപ്പീസ്. ഡോളർ സപ്ലൈ വിൽ ഇൻക്രീസ്. സോ ഡോളറിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. റുപ്പീസ് ഡിമാൻഡ് വിൽ ഇൻക്രീസ്. സോ റുപ്പീസ് വാല്യൂ വിൽ ഇൻക്രീസ്. ക്ലിയർ ആണോ? നമ്മളിപ്പോ പറയുന്ന ബേസിക് ഐഡിയോളജി. മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെ. സപ്ലൈ ഓവർ ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക മാർക്കറ്റില്? സപ്ലൈ ഓവർ ആയിട്ടുണ്ട്. ഒരു ഗുഡ്സിന്റെ കാര്യത്തില് ഇപ്പൊ ഒരു മാർക്കറ്റില് ഒരുപാട് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഒരു 100 കാർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങാനുള്ള ആളുകളുടെ എണ്ണം ഒരു 50 ആണെന്ന് വിചാരിക്കുക. എന്താണ്? ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉള്ള സിറ്റുവേഷൻ. ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ വരുമ്പോഴാണ് അവർ എന്ത് കൊടുക്കുക? ഓഫർ കൊടുക്കുക, ഡിസ്കൗണ്ട് കൊടുക്കുക. ദാറ്റ് ഈസ് പ്രൈസ് വിൽ ഡിക്രീസ്. കറക്റ്റ് അല്ലേ? ഇനി മറിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ നോക്കുക. സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുക. എല്ലാ ആളുകളും വന്ന് അതിനെ ഡിമാൻഡ് ചെയ്തതിന് എന്തിനുള്ള സാധ്യതയുണ്ട്? പ്രൈസ് ഓവർ ഷൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബേസിക് കൺസെപ്റ്റ് അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഡോളറിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്ത് വരുന്നവരെല്ലാം റുപ്പി ഡിമാൻഡ് ചെയ്യണം. എല്ലാവർക്കും എന്ത് വേണം? റുപ്പി വേണം. ഇപ്പൊ എല്ലാവരും റുപ്പി ചോദിക്കുമ്പോൾ റുപ്പിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ റുപ്പി സ്ട്രെങ്തൻ ആവും. വിച്ച് ഈസ് കോൾഡ് അപ്രിസിയേഷൻ. ഈ ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ആർ ദി സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബവ് കോസസ് അപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി? ഈ രണ്ട് ഭാഗത്തു നിന്നുള്ളതൊന്ന് മിക്സ് ചെയ്തിടും. സ്റ്റേറ്റ്മെന്റ്സ് മിക്സ് ചെയ്തിട്ടിട്ട് അവർ ചോദിക്കും താഴെ പറയുന്നവരിൽ ഏതെല്ലാം കാര്യങ്ങളാണ് റുപ്പി അപ്രിസിയേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്? താഴെ പറയുന്ന എന്തെല്ലാം റീസൺസ് ആണ് റുപ്പി ഡിപ്രിസിയേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്? ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ അല്ലേ? തെറ്റിക്കാനും സാധ്യതയില്ലേ? അപ്പൊ അവിടെ എന്ത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇൻഫ്ലോ ഓഫ് ഡോളർ ആണെങ്കിൽ, ഇന്ത്യയിലേക്ക് ഡോളർ വരികയാണെങ്കിൽ അപ്രിസിയേഷൻ ആയിരിക്കും നടക്കുക. ഔട്ട്ഫ്ലോ ഓഫ് ഡോളർ, ഇന്ത്യയിൽ നിന്ന് ഡോളർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഡിപ്രിസിയേഷൻ. സിമ്പിൾ ടെക്നിക്ക് അല്ലേ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്? ഇൻഫ്ലോ ഓഫ് ഡോളർ ആണെങ്കിൽ അപ്രിസിയേഷൻ, ഔട്ട്ഫ്ലോ ഓഫ് ഡോളർ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, ഡിപ്രിസിയേഷൻ. ഈ ഒരു കൺസെപ്റ്റ് മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. ഇൻഫ്ലോ ഓഫ് ഡോളർ ഇൻഡിക്കേറ്റ് അപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. ഔട്ട്ഫ്ലോ ഓഫ് ഡോളർ ഇൻഡിക്കേറ്റ് ഡിപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. വളരെ ഡയറക്റ്റ് ആണ്. പക്ഷെ UPSC അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരും. റുപ്പിയുടെ ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക,
ഡോളറിന്റെ കാര്യമായിരിക്കും ചോദിക്കുക. താഴെ പറയുന്നതിൽ എന്തെല്ലാമാണ് ഡോളർ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഡോളർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ഡോളറിൽ ചിന്തിക്കേണ്ട, ഇന്ത്യ റുപ്പീസിന്റെ ടൈമിൽ കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടല്ലോ. അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും എന്ത്, ഡോളറിന്റെ കാര്യത്തിൽ. ശരിയാണോ പറയുന്ന പോയിന്റ്? കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ടെക്നിക്ക് പറയുന്നത്. നമുക്ക് ഡോളറിനേക്കാളും ഫെമിലിയർ എപ്പോഴും എന്താ, ഇന്ത്യ റുപ്പിയുടെ കാര്യമാണ് അല്ലെ. ഇന്ത്യ റുപ്പിയുടെ കേസിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻ ആണ് കിട്ടുക, അതിനെ നേരെ റിവേഴ്സ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും എന്തിനു വരാം, ഡോളറിന്റെ കേസിൽ വരാം. ഞാൻ വേണമെങ്കിൽ 1-2 ചോദ്യം ചെയ്യിപ്പിക്കാം. ഓക്കെ അല്ലേ? ലെറ്റ്സ് ഗോ ടു ദി സെക്കൻഡ് സിറ്റുവേഷൻ. വാട്ട് ഈസ് ദി സെക്കൻഡ് സിറ്റുവേഷൻ? ഇന്ത്യ ഈസ് ഇമ്പോർട്ടിങ്. ഇന്ത്യ ഒരു വിദേശ രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യാണ്. നമ്മൾ അതിന് പേയ്മെന്റ് കൊടുക്കണ്ടേ? വേറൊരു രാജ്യത്തിൽ നിന്ന് നമ്മൾ ഒരു ഗുഡ്സോ സർവീസസ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു പ്രൊവൈഡ് ദം വിത്ത് ദയർ ഫാക്ടർ കോസ്റ്റ് അല്ലെ. നമ്മൾ അവർക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. സോ വാട്ട് ഈസ് ഔട്ട് ഫ്ലോയിങ്? ഡോളർ ഈസ് ഔട്ട് ഫ്ലോയിങ്. സെക്കൻഡ് വൺ, ഇന്ത്യൻസ് ആർ വിസിറ്റിംഗ് ഫോറിൻ കൺട്രീസ്. ഇന്ത്യൻ ടൂറിസ്റ്റ് ആർ വിസിറ്റിംഗ് ഫോറിൻ കൺട്രീസ്. ഇപ്പൊ ഫോറിൻ രാജ്യത്ത് പോയിട്ട് അവിടെ ഇന്ത്യൻ രൂപ വീശിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അവിടെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഫോറിൻ കറൻസി പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോവുകയാണെങ്കിൽ എഗെയിൻ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഔട്ട് ഫ്ലോ ഓഫ് ഡോളേഴ്സ്. ഡോളേഴ്സ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. കറക്റ്റ് ആണോ? തേർഡ് വൺ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ടേക്കിംഗ് ഔട്ട് മണി ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്ത് പോവാണ്. അവർ കൊണ്ടുവന്നപ്പോ ഡോളർ കൊണ്ടുവന്നു, അപ്പൊ അവർ തിരിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോ എന്താ കൊണ്ടുപോവാ? ഡോളർ എടുത്തിട്ട് പോകും അല്ലെ. 3 സിറ്റുവേഷന്റെ കോമണാലിറ്റി എന്ന് പറയുന്നത് എന്താ? ഡോളർ ഈസ് ഫ്ലോയിങ് ഔട്ട് ഫ്രം ഇന്ത്യ അല്ലെ. ഇന്ത്യയിൽ നിന്ന് ഡോളർ പുറത്തേക്ക് ഫ്ലോ ചെയ്യാണ്. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഓരോ ആളുകളും ഇന്ത്യയിൽ നിന്ന് ഡോളർ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവരെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നത് ഇന്ത്യൻ റുപ്പീസ് ആണ്. ആ ഇന്ത്യൻ റുപ്പീസ് ഒക്കെ അവർ മാർക്കറ്റിൽ കൊടുത്ത് അതിനെ ഡോളറാക്കി മാറ്റും. ഡോളറാണ് എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നത്. സോ ഡിമാൻഡ് ഓഫ് ഡോളർ വിൽ ഇൻക്രീസ് ആൻഡ് സപ്ലൈ ഓഫ് റുപ്പി വിൽ ഇൻക്രീസ്. റുപ്പിയുടെ സപ്ലൈ ഇൻക്രീസ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? വാല്യൂ ഓഫ് റുപ്പി വിൽ ഡിക്രീസ്. എല്ലാവരും ഡോളർ ഡിമാൻഡ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? ഡോളറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന കേസാണ് എന്ത്? ഡിപ്രിസിയേഷൻ. ക്ലിയർ അല്ലേ? ഞാനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യൂടാ. ഞാൻ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദി സിറ്റുവേഷൻ വിച്ച് കോസിങ് അപ്രിസിയേഷൻ ഓഫ് ഡോളർ? ക്രാക്കി. റുപ്പിയുടെ കേസ് ആയിരിക്കും യൂഷ്വലി UPSC ചോദിക്കുക. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം. ഞാൻ അതുകൊണ്ട് തൽക്കാലം ഡോളറിന്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡോളർ ആയിരിക്കും നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത. ദാറ്റ്സ് വൈ ദി ക്വസ്റ്റ്യൻ ഈസ് ഇൻ ടേംസ് ഓഫ് ഡോളർ. ഈ 4 സിറ്റുവേഷൻസ് തന്നിട്ടുള്ളതിൽ വാട്ട് ആർ ദി കേസസ് ലീഡിങ് ടു അപ്രിസിയേഷൻ ഓഫ് ഡോളർ? അപ്പൊ ഡോളറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് റുപ്പിയുടെ ടൈമിൽ ചിന്തിക്കണം. അപ്രീസിയേഷൻ ഓഫ് ഡോളർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഡിപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. 4 ഓപ്ഷനിൽ ഏതൊക്കെയാണ് ഡിപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. വാട്ട് ആർ ദി സിറ്റുവേഷൻ ലീഡിങ് ടു അപ്രീസിയേഷൻ ഓഫ് ഡോളർ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? വാട്ട് ആർ ദി സിറ്റുവേഷൻ വിച്ച് ഈസ് ലീഡിങ് ടു ഡിപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. ഇതിൽ ഏതൊക്കെയാണ് ഡിപ്രിസിയേഷൻ? ഇപ്പൊ ഡിപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് ഫ്ലോ ഓഫ് ഡോളർ. സിമ്പിൾ ടെക്നിക്കിൽ ഏതിലൊക്കെയാണ് ഡോളർ ഔട്ട് ഫ്ലോ ചെയ്യുന്നത്? പ്രിലിമിനറി ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന കണ്ടന്റുകൾ ഒന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാം. എമംഗ് ദി 4 ഓപ്ഷൻ, ഇപ്പൊ ഡയറക്ട്ലി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? എമംഗ് ദി 4 ഓപ്ഷൻ വാട്ട് ആർ ദി സിറ്റുവേഷൻ ലീഡിങ് ടു ഔട്ട് ഫ്ലോ ഓഫ് ഡോളർ ഫ്രം ഇന്ത്യ? ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് വൺ ഇമ്പോർട്ട്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ ഇന്ത്യൻ മൂവിങ് അബ്രോഡ്. ക്ലിയർ അല്ലേ? എളുപ്പല്ലേ കൺസെപ്റ്റ്? സെയിം ക്വസ്റ്റ്യൻ ഡോളർ മാറി റുപ്പിയാക്കി.